ഡൽഹി സർവകലാശാലയിൽ അധികാര തുടർച്ച ലക്ഷ്യം വെച്ച് പ്രചാരണം ഊർജിതമാക്കി എബിവിപി. കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ NSUIയും CPMന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയും CPMLന്റെ വിദ്യാർത്ഥി സംഘടനയായ AISAയും സഖ്യം രൂപീകരിച്ചാണ് എബിവിപിക്കെതിരെ മത്സരിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മേൽക്കൈ എബിവിപിക്കാണ്. ദേശീയതയിൽ നിന്ന് അണുവിട ചലിക്കാത്ത DU ക്യാമ്പസുകളെ വരുതിയിലാക്കാൻ ഇത്തവണ കോൺഗ്രസിന്റെ NSUIയും CPMന്റെ SFIയും CPMLന്റെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷനും കൈകോർത്താണ് മത്സരിക്കുന്നത്. അതേസമയം ഇത്തവണ മുഴുവൻ സ്ഥാനങ്ങളിലേക്കും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നാണ് എബിവിപിയുടെ പ്രതീക്ഷ. ഛാത്ര സംവാദ് എന്ന പേരിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചാണ് സ്ഥാനാർത്ഥികളെ പോലും എബിവിപി തെരഞ്ഞെടുത്തത്. പ്രചരണ പരിപാടികളുടെ ഭാഗമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഛാത്ര ഗർജന റാലിയും സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്വയം സിദ്ധ എന്ന പരിപാടിയും എബിവിപിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. SC/ST വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വർധന, മെട്രോയിൽ കൺസെഷൻ, എല്ലാ കോളേജുകളിലും NCC യൂണിറ്റ്, ഏകീകൃത ഫീസ്, കേന്ദ്രീകൃത ഹോസ്റ്റൽ പ്രവേശന സംവിധാനം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളാണ് എബിവിപി മുന്നോട്ട് വെക്കുന്നത്. ഈ മാസം 27-നാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ്. ജനം, ഡൽഹി.